Now we are going to prove that root 3 is irrational. We are proving this by applying a method, contradiction method. Contradiction method എന്ന് പറയുമ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് റൂട്ട് 3 ഈസ് ഇറാഷണൽ എന്നാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് റൂട്ട് 3 ഈസ് റാഷണൽ എന്ന് നമ്മൾ എടുക്കും. എന്നിട്ട് അത് വെച്ച് കുറച്ച് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ലാസ്റ്റ് നമുക്ക് ഒരു ഇൻകറക്റ്റ് പോയിന്റിലാണ് എത്തുക. അങ്ങനെ എത്താൻ കാരണം നമ്മുടെ അസംഷൻ റോങ് ആയതുകൊണ്ടാണ്. സോ അതുകൊണ്ട് നമ്മുടെ റൂട്ട് 3 ഈസ് ഇറാഷണൽ എന്നതിലേക്ക് നമ്മൾ മടങ്ങും. അങ്ങനെയാണ് നമ്മളത് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് നമ്മൾ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ റൂട്ട് 3 ഈസ് irrational, so we'll take its opposite as a statement. So we start like let us assume root 3 is a rational number. So we know rational number, any rational number can be expressed as p by q form. That means just like a fraction we can express. So therefore root 3 we can take as take root 3 as a by b, where a and b are integers. So we are taking root 3 is equal to a by b because we assumed root 3 is a rational number. So we can write root 3 as a rational form a by b, where a and b are integers. And one more point we take here, a and b are co-primes. And we are co-primes. Co-prime. What is co-prime? Co-prime number means what? Co-prime number is co-prime means they have no common factor other than 1. Two numbers have no common factor other than 1. Or we can write here a and b has no common factor other than 1. Co-prime is a one word for that. For example, we take 9 and 10, two numbers. Both are not prime numbers, but they are, even though they are co-prime. How? If you consider factors of 9. What are the factors of 9? 1, 3, 9, right? Factors of 10, 2, 5, 10. So there is no common factor among these two. So they are co-prime numbers. So if you got a rational number with 9 as numerator and 10 as denominator, it has no it is already in the simplest form. 9 by 10 already simplest ഫോമിലാണ്. ഇതിനെ നമുക്ക് ഇനി റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, കട്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് കോപ്രൈം. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കോപ്രൈം ആണെങ്കിൽ അത് സിംപ്ലസ്റ്റ് ഫോമിലാണ്. സോ എ ബൈ ബി ഇൻ സിംപ്ലസ്റ്റ് ഫോം. എയും ബിയെയും കോമൺ ആയിട്ടുള്ള ഒരു നമ്പർ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയും. അതാണ് ഇതിൻ്റെ ഉദ്ദേശം. അതാണ് ഈ ക്വസ്റ്റ്യനിലെ പോയിൻ്റ്. അതാണ് കേട്ടോ. ലാസ്റ്റ് നമ്മൾ ഇതിലേക്കാണ് എത്തുക. So we taken as root 3 is equal to a by b.
ഇനി നമ്മൾ ഇതിനെ കുറച്ച് കാൽക്കുലേഷൻസ് ചെയ്യും. നമ്മൾ ബി ഇങ്ങോട്ട് എടുത്തു. ബി ഇൻറ്റു √3 = a. ഇതിനെ ഒന്ന് സ്ക്വയർ ചെയ്താൽ, സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്, √3 സ്ക്വയർ 3, 3b² = a². ഇതിനെ നമ്മൾ b² = a²/3 എന്ന് എഴുതാലോ. 3 അങ്ങോട്ട് കൊണ്ടുവന്നാൽ വാട്ട് ഇറ്റ് മീൻസ് a²/3. a²നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ b² ആൻസർ കിട്ടുമെന്നാണല്ലോ ഇതിൻ്റെ അർത്ഥം. ഇറ്റ് മീൻസ് a² ഈസ് ഡിവിസിബിൾ ബൈ by 3 അല്ലേ. a²നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ b² കിട്ടുന്നതാണ് ഇതിൻ്റെ മീനിങ്. b² = a²/3. So it means a² is divisible by 3. a²നെ 3 കൊണ്ട് ഡിവിസിബിൾ ആണ്, ഡിവൈഡ് ചെയ്യാൻ കഴിയുമെന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു തിയറം പഠിച്ചിട്ടുണ്ട്. If a square of a prime number divisible by a number, for example, ഇപ്പോൾ ഒരു പ്രൈം നമ്പർ എടുക്കുക 3, ഇതിൽ ഇനി അതാ പ്രൈം നമ്പർ. ഒരു സ്ക്വയർ നമ്പർ എടുക്കുക. ഇപ്പോൾ 36 ഈസ് എ സ്ക്വയർ നമ്പർ. ഈ 36 divisible by a പ്രൈം നമ്പർ 3 അല്ലേ. ആൻസർ 12 കിട്ടും. അപ്പോൾ ഡിവിസിബിൾ ബൈ 3. അങ്ങനെയാണെങ്കിൽ 36ൻ്റെ സ്ക്വയർ റൂട്ട് 6 ഓൾസോ ഡിവിസിബിൾ ബൈ 3 ആയിരിക്കും. ഇറ്റ് മീൻസ് 6² ഈസ് ഡിവിസിബിൾ ബൈ 3. therefore 6 ഈസ് ഡിവിസിബിൾ ബൈ 3. ഇതേപോലെ കുറേ എക്സാമ്പിൾസ് നമ്മൾ എഴുതാൻ പറ്റും. ഇനി എന്ത് എഴുതാം? കുറേ എക്സാമ്പിൾസ് എഴുതാം. 5² 25 divisible by 5. So 5² square root 5 divisible by 5. 8² 64 divisible by 2. So 8 also divisible by 2. So here we can write a² is divisible by 3. So a also divisible by 3. a 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ ഒരു നമ്പർ കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 3 ഈസ് എ ഫാക്ടർ ഓഫ് a. a is divisible by 3 means 3 is a factor of a. അല്ലേ? 3 is a factor of a. Therefore 3 is a factor of a. Here 36 is divisible by 3. That means 6² is divisible by 3 means 6² divisible by 3. So 6 is divisible by 3. So 3 is a factor of 6. 8 is divisible by 2. So 2 is a factor of 8. So keep this point in mind. 3 is a factor of a. Okay, 3 is a factor of a. So 3 a ഒരു ഫാക്ടറാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. 3 എയുടെ ഒരു ഫാക്ടർ ആണെന്ന് പറഞ്ഞാൽ a 3യുടെ ഒരു മൾട്ടിപ്പിൾ ആണെന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. ഇപ്പോൾ 6 divided by 3. അപ്പോൾ 3 a factor of 6 എന്ന് പറഞ്ഞാൽ 6 is a multiple of 3. അതുപോലെ ഇവിടെ എന്ത് പറയാം? a is a multiple of 3. So therefore we can write a is equal to 3 into something അല്ലേ. 3യുടെ മൾട്ടിപ്പിൾ ആണ് 3 into സംതിങ്. 3c എന്ന് എഴുതാം. 3 into c. ഇവിടെ
6 is multiple of 3 means 6 is equal to 3 into something, so 3 into 2, right? 8 is a multiple of 2, it means 8 is equal to 2 into something, so 2 into 4. അതേപോലെ okay, so we consider A is equal to 3C. ഈ A is equal to 3C എന്നുള്ളത് നമ്മളിവിടെ ഇതിൽ കൊടുക്കുക, ഇതിന് നമ്മൾ ഇക്വേഷൻ 1 കൊടുക്കുക, 3b² is equal to A എന്നുള്ളത് അതിൽ കൊണ്ടുപോയിട്ട് നമ്മൾ കൊടുക്കുകയാണ് A is equal to 3C. Therefore in equation 1 3b² is equal to A². A എന്നുള്ളിടത്ത് എന്ത് കൊടുക്കുക, 3C എന്ന് കൊടുക്കുക അല്ലേ, 3C² എന്നാവും. ഇക്വേഷൻ 1 ഇവിടെ A² A is equal to 3C എന്ന് എടുത്തു, അപ്പോൾ A² is equal to 3² എന്ന് കൊടുക്കും. 3b² is equal to whole square ആയതുകൊണ്ട് 3² 9 into C². ഓക്കെ, ഇനി 9 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ 9b² by 9, 3b² by 9 is equal to C². ഈ 3യും 9ഉം ക്യാൻസൽ ചെയ്താൽ എന്ത് വരിക, b² by 3 എന്ന് വരും അല്ലേ. 3 by 9 കട്ട് ചെയ്യും, 3 താഴെ വരും, 1/3. b² by 3 is equal to C². ഇത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ b² is equal to A² by 3 എന്ന് പറഞ്ഞ പോലെ b² by 3 means what, b² by 3 is equal to C². it means b² is divisible by 3. b² നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ C² കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ therefore b² is divisible by 3. b² divisible by 3, therefore b is also divisible by 3. ഇതിനു മുമ്പ് പഠിച്ച തിയറം വെച്ചിട്ട് പറയണം, b² is divisible by 3, so b is also divisible by 3. so b is divisible by 3 ആണെങ്കിൽ 3 is a factor of b. അപ്പോൾ ഇതാണ് ഇവിടെ ടേണിംഗ് പോയിന്റ്. 3 is a factor of A, 3 is a factor of B. What it means, therefore 3 is a common factor of A and B. A and B, എയുടെയും ബിയുടെയും കോമൺ ഫാക്ടറാണ് 3. പക്ഷെ നമ്മൾ ഇവിടെ അസ്യൂം ചെയ്തെടുത്ത് എന്താണ് പറഞ്ഞിരുന്നത്, A and B are co-prime. it means A and B has no common factors other than 1 അല്ലാതെ വേറെ കോമൺ ഫാക്ടർ ഒന്നും ഇല്ല എന്ന് പറയുന്നു. പക്ഷെ നമ്മൾ കാൽക്കുലേഷൻ ചെയ്ത് ഇവിടെ എത്തിയപ്പോൾ എന്തായി, 3 എന്നൊരു കോമൺ ഫാക്ടർ കൂടി ഉണ്ട് A. അപ്പോൾ A and B are not co-prime and A by B is not in simplest form. നമ്മൾ ഇങ്ങനെ ഒരു റോങ് അസംഷനിൽ നമ്മൾ എത്താൻ കാരണം, റോങ് പോയിന്റിൽ എത്താൻ കാരണം നമ്മുടെ അസംഷൻ തന്നെ തെറ്റാണ്. അതുകൊണ്ട് അവർ assumption is wrong. because of this our assumption is wrong, so therefore root 3 is rational എന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യാം. so ലാസ്റ്റ് ചെയ്തുകൊണ്ട് this is a contradiction. 3 is a common factor of A and B, so A and B has at least 3 as a common factor, therefore A and B are not co-prime. This is a contradiction.
Why this contradiction arised? Because of our incorrect assumption. So last we write, therefore root 3 is irrational. ഇവിടെ ഒരു പോയിന്റ് എഴുതണം. This contradiction has arisen because of our incorrect assumption.